സുപ്രീം കോടതി ബുൾഡോസർ രാജിനെതിരെയൊക്കെ പല പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിയെങ്കിലും ആ നിർദ്ദേശങ്ങൾക്കോ നിരീക്ഷണങ്ങൾക്കോ ഒക്കെ കല്ലുവിലയും പുല്ലുവിലയുമാണ്. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കറിയാം എന്തിനാണ് അവരെ പേടിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നേതാവായ നരേന്ദ്രമോദിജിയെ വീട്ടിൽ വിളിച്ച് പൂജാകർമ്മങ്ങൾ ചെയ്യാൻ അനുവദിക്കുന്ന, അതിനോടൊപ്പം നിന്ന് തൊഴുകുന്ന, മണിയടിക്കുന്ന ഭാര്യയുമൊക്കെയുള്ള സുപ്രീം കോടതി ജഡ്ജിയുടെ കാലത്ത് ഇതിനെന്ത് വില കൽപ്പിക്കണം. അതുകൊണ്ട് അസമിൽ ഇന്നലെയും 150 വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. തുടരുകയാണ് ജംഗിൾ രാജ്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എത്രയോ കാലങ്ങളായി എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നവരെ വിചാരണയൊന്നും ചെയ്യാതെ അവരുടെ ജാതി മാത്രം നോക്കി, അവരുടെ മതം മാത്രം നോക്കി അവരുടെ വീടുകൾ ബുൾഡോസ് ചെയ്ത് കളയുക എന്ന് പറയുന്ന പ്രവണത തുടങ്ങിയത് സാക്ഷാൽ യോഗി ആദിത്യനാഥാണ്. അങ്ങനെ ബുൾഡോസർ ഓടിക്കാൻ അവകാശം കിട്ടിയെന്ന് രണ്ടാമത് വിജയിച്ചപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടതോടുകൂടി ഡൽഹിയിലേക്കും മധ്യപ്രദേശിലേക്കും രാജസ്ഥാനിലേക്കും ഒക്കെ അത് നീങ്ങി. ഇപ്പോൾ അത് ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന അസമിലെ മുഖ്യമന്ത്രിയും ഭരണകൂടവുമാണ്. സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്ത് അതിൽ ശക്തമായ നടപടികളുമായി പോയി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നാവശ്യപ്പെട്ടെങ്കിലും അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കാർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇനിയും അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. എടാ, ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ ചണ്ഡീഗഡിൽ ഈ പറയുന്ന 2 മുഖ്യധാരാ പാർട്ടികളുടെ വോട്ടർമാർ എന്ന് പറയുന്നത് സാധാരണക്കാരല്ല, ജയിച്ച കൗൺസിലർമാരാണ്. അവരുടെ വോട്ടുകൾ CCTV ക്യാമറയിൽ ഇങ്ങനെ നോക്കി അസാധുവാക്കിയ ആളിനെ വഴക്ക് പറഞ്ഞു, വിഷമിപ്പിച്ചു, പേടിപ്പിച്ചു, നുള്ളി പിച്ചി ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെയല്ലേ സംഭവിച്ചുള്ളൂ. വേറൊന്നും അയാൾക്ക് സംഭവിച്ചില്ലല്ലോ. അയാൾ സുഖമായി പുറത്തില്ലേ, ജയിലിലല്ലല്ലോ. അപ്പോൾ പിന്നെ അത് ആവർത്തിക്കുന്നതിൽ എന്താ തെറ്റ്? അതുകൊണ്ട് ഇവിടെയും അത് ആവർത്തിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലേ. അല്ലെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് എന്താണ്, ആരാണ് ഇനി പറയേണ്ടത്? അതുകൊണ്ട് ആ വിലക്കെല്ലാം ലംഘിച്ച് ഗോൾപ്പാറ ജില്ലയിലെ കച്ചുതാലി ഗ്രാമത്തിൽ 150 വീടുകളാണ് ഇടിച്ചു നിരത്തിയത്. ഏതാനും ദിവസം മുമ്പ് ഇത് ഇടിച്ചു നിരത്താൻ പോയപ്പോൾ അവിടെ ഹൈദർ അലി 22, സുബാഹിർ അലി 22 എന്നീ യുവാക്കൾ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ രസതന്ത്രം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഇടിച്ചു നിരത്താൻ പോയതെന്ന്. സർക്കാരിൻ്റെ വാദം അത് ആദിവാസി മേഖലയാണ്, അവിടെ വേറെ ആരും താമസിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ പ്രദേശത്ത് ലക്ഷം വീട് കോളനിയുണ്ട്. ആ കോളനി ആരെങ്കിലും വിറ്റാൽ ആ വാങ്ങുന്നവരോട് ഒന്ന് താമസിക്കാറുണ്ട്. പക്ഷേ ആ താമസിച്ചവരെ നോക്കി ഇടിച്ച് തെരുവിലിറക്കുന്നതോടുകൂടി അത്രയും വോട്ടുകൾ, അത്രയും ആളുകൾ ഇതൊക്കെ ഇല്ലാതായെന്ന് മാത്രമല്ല, മറുവശത്ത് ഇങ്ങനെ ഇടിച്ചു നിരത്തുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷം അത് വളരെ വലുതാണ്. 2016 മുതൽ 24 വരെ 10,620 പേരെ ഇതുപോലെ ഇടിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. എന്നിട്ടും നീ പാടിയില്ലല്ലോ എന്ന് പറയുന്നത് പോലെ എന്നിട്ടും നമ്മൾ പാടുകയാണ്. നമ്മുടെ രാജ്യത്ത് നിയമവാഴ്ചയുണ്ട്, ഭരണഘടനയുണ്ട്, ഭരണകൂട സംവിധാനങ്ങളുണ്ട്. പാടാം, നമുക്ക് പാടാം, അതേ പറ്റുള്ളൂ.